ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. വിപണിയിലെ മാറ്റങ്ങളുമായിട്ട് പൊരുത്തപ്പെടുക, അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ടോപ്പിക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എൻ്റെ തോട്ട്സ് ആണ്. കഴിഞ്ഞ ഒരു 5 വർഷത്തെ മാർക്കറ്റിലുണ്ടായ ചെറിയ ചേഞ്ചസ് ആൻഡ് ഇനിയും ചേഞ്ചസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം മാർക്കറ്റിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റ് കണ്ടീഷൻസ് മനസ്സിലാക്കി ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം നമ്മുടെ ട്രേഡിംഗ് കരിയർ എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾസോ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ഉണ്ടായ ചെറിയ ചെറിയ മാറ്റങ്ങളും ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 2-3 വർഷം മുൻപുള്ള മാർക്കറ്റും ഇന്നത്തെ മാർക്കറ്റും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എസ്പെഷ്യലി വോളിയം ഞാൻ പറയുന്നത് ഒരു ഡെറിവേറ്റീവ് സെഗ്മെൻ്റ് ആണ്. ഞാൻ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത്, ഓപ്ഷൻസിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻസിന് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോയിലുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു 2-3 വർഷം മുൻപ് നോക്കുന്ന സമയത്തും ഇന്നത്തെ മാർക്കറ്റ് നോക്കുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിപ്പം സെബിയുടെ റൂള് ഒരുപാട് ചേഞ്ചസ് ചെയ്തിട്ടുണ്ട്, NSEയുടെ കാര്യങ്ങൾ ഒരുപാട് ചേഞ്ചസ് ചെയ്തിട്ടുണ്ട്, ടെക്നോളജി പരമായ കാര്യങ്ങൾ. ഓൾസോ മാർക്കറ്റിൽ ഒരുപാട് പേര് അഡീഷണൽ ആയിട്ട് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഒരുപാട് ആൽഗോ സെറ്റപ്പ്, ആൽഗോ ബേസ്ഡ് ട്രേഡിങ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ രീതിയിൽ മാർക്കറ്റ് മാറിയിട്ടുണ്ട്. ഓക്കെ, അതുകൂടാതെ മെയിനായിട്ടൊരു മാറ്റം എന്ന് പറഞ്ഞത്, ഇപ്പം നമ്മളൊരു 3 വർഷം മുൻപ് നമ്മൾ നോക്കുന്ന സമയത്ത് മെയിനായിട്ടുള്ളൊരു മാറ്റം ഉണ്ടായത് ഒന്ന് എക്സ്പയറി ഡേ ആണ്. ഓക്കെ, എക്സ്പയറി ഡേ നമ്മൾ ഒരു 2-3 വർഷം മുൻപ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 ഇൻഡെക്സ് ആണ് അവൈലബിൾ ഉണ്ടായിരുന്നത്. ഒന്ന് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വീക്കിലി എക്സ്പയറി എന്ന് പറയുന്നത് വ്യാഴാഴ്ച ആയിരുന്നു, തേഴ്സ്ഡേ ആയിരുന്നു വീക്കിലി എക്സ്പയറി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആഴ്ച ഒരു എക്സ്പയറി ഡേ മാത്രമേ ഉണ്ടായിരുന്നു. അത് കമ്പൈൻ ചെയ്ത് ബാങ്ക് നിഫ്റ്റിയും തമ്മിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ബട്ട് ഇന്നത്തെ ഈ ഒരു സാഹചര്യം നമ്മൾ നോക്കുവാണെങ്കിൽ, ഇന്നത്തെ കറൻറ്റ് മാർക്കറ്റ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് എക്സ്പയറി ഡേ ഏതൊക്കെ ദിവസമാണുള്ളത്? എല്ലാ ദിവസവും എക്സ്പയറി ആണ് അല്ലേ? മൺഡേ നമുക്ക് എക്സ്പയറി ഉണ്ട്. മൺഡേ നമുക്കുള്ളത് ഏതാണ്? മിഡ് ക്യാപ്പ് എക്സ്പയറി ആണ്. ആൻഡ് ഓൾസോ ബാങ്ക് എക്സ്, BSEയുടെ വക ഒരു ഇൻഡെക്സ് കൂടി ബാങ്ക് എക്സ് നമുക്കുണ്ട്. ദെൻ ട്യൂസ്ഡേ നമുക്ക് ഏതാണ് എക്സ്പയറി ഉള്ളത്? ഫിൻ നിഫ്റ്റി നമുക്ക് ട്യൂസ്ഡേ ആണുള്ളത്. ആൻഡ് വെനസ്ഡേ നമുക്ക് ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ആണ്. ദെൻ വ്യാഴാഴ്ച നമുക്ക് നിഫ്റ്റി എക്സ്പയറി ആണ്. ദെൻ വെള്ളിയാഴ്ച ഫ്രൈഡേ നമുക്ക് സെൻസെക്സ് എക്സ്പയറി ആണ്. അപ്പോൾ ഒരാഴ്ച ഫുള്ളായിട്ട് എക്സ്പയറി ഡേ കൊണ്ടുള്ള കളികളാണ്. അപ്പോൾ മാർക്കറ്റ് ഡെഫിനറ്റ്ലി ചേഞ്ച് ചെയ്യും അല്ലേ? മാർക്കറ്റിൻ്റെ വോളാറ്റിലിറ്റി ചേഞ്ച് ചെയ്യും, മാർക്കറ്റിൻ്റെ ഡൈനാമിക്സ് ചേഞ്ച് ചെയ്യും. സോ ആ ഒരു ചേഞ്ചസ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റും. അപ്പം കഴിഞ്ഞ ഒരു 3 വർഷം കണ്ടിന്യൂസിലായിട്ട് അല്ലെങ്കിൽ 4 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, മാർക്കറ്റിൻ്റെ ആ ഒരു ചേഞ്ചസ് നമുക്ക് മനസ്സിലാവും. എസ്പെഷ്യലി മാർക്കറ്റിൽ വോളാറ്റിലിറ്റി ചേഞ്ച് ചെയ്തിട്ടുണ്ട്, സഡൻ സ്പൈക്കുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, സഡൻ മൂവ്മെൻറ്റുകൾ പ്രീമിയത്തിലാണെങ്കിലും വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഓപ്ഷൻ സെല്ലർ ആണെങ്കിലും ഓപ്ഷൻ ബയർ ആണെങ്കിലും 2 പേർക്കും ടഫാണ് മാർക്കറ്റിൽ നിന്ന് ക്യാഷ് എടുക്കാൻ വേണ്ടി, ഒരു നോർമൽ റീറ്റെയിൽ ട്രേഡറിനെ സംബന്ധിച്ചിട്ടുള്ളത്. ഓക്കെ, കാരണം ഒരുപാട് ആൽഗോ ബേസ്ഡ് ട്രേഡിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മാർക്കറ്റിൽ കുറച്ച് ടഫാണ് ഒരു സാധാരണക്കാരനായ ഒരു ട്രേഡറിന്, എസ്പെഷ്യലി ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൽ പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഈ മാറ്റങ്ങൾ നമുക്ക് ഏതൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. എസ്പെഷ്യലി ഞാൻ ഫീൽ ചെയ്തിരിക്കുന്നതൊന്ന് വോളാറ്റിലിറ്റീൻ്റെ മാർക്കറ്റ് വന്നിട്ടുണ്ട്, വോളാറ്റിലിറ്റി ചേഞ്ചസ്. ഓക്കെ, മാർക്കറ്റ് വോളാറ്റിലിറ്റി. സോ മാർക്കറ്റ് വോളാറ്റിലിറ്റി മീൻസ് ചില സമയങ്ങളിൽ എന്തെങ്കിലും ന്യൂസ് ബേസ്ഡ് ആയ സമയങ്ങളിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ വലിയ മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് വോളാറ്റിലിറ്റി വളരെ ഫാസ്റ്റായിട്ട് കൂടും. മാർക്കറ്റ് വോളാറ്റിലിറ്റി വളരെ ഫാസ്റ്റായിട്ട് കൂടും. അറ്റ് ദ സെയിം ടൈമിൽ വളരെ ഫാസ്റ്റായിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്ക് ഒരു ലാസ്റ്റ് ഇയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഓഗസ്റ്റ് മന്ത് അല്ലെങ്കിൽ ഒരു ജൂലൈ മന്ത് 2022 ഒരു ജൂലൈ ടു ഒരു സെപ്റ്റംബർ വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഇന്ത്യ വിക്സ് ട്രേഡ് നടന്നുകൊണ്ടിരുന്നത് 10 to 11 ലെവലിലായിരുന്നു. 10 to 11 പോയിന്റിലാണ് ഇന്ത്യ വിക്സ് ട്രേഡ് നടന്നുകൊണ്ടിരുന്നത്. അതായത് വോളാറ്റിലിറ്റി വളരെ കുറവായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ പ്രീമിയത്തിൻ്റെ വാല്യൂ വളരെ കുറവായിരുന്നു. ഓപ്ഷൻ സെല്ലേഴ്സിനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലമായിരുന്നു ഒരു കഴിഞ്ഞ വർഷത്തിലുണ്ടായ ഒരു 4-5 മാസങ്ങളിൽ. ഓക്കെ, അതും ആ ഒരു ചേഞ്ചസ് ആണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാർക്കറ്റിൽ എല്ലാ ദിവസവും വോളാറ്റിലിറ്റി വന്നുകൊണ്ടുള്ള ഒരു ചേഞ്ചസ് തന്നെയാണുള്ളത്. ആൻഡ് അത് കൂടാതെ സെക്കൻഡ് ഹാഫിലുള്ള മൂവ്മെൻറ്റ്, എസ്പെഷ്യലി മാർക്കറ്റിൻ്റെ സെക്കൻഡ് ഹാഫ് മീൻസ് ജസ്റ്റ് ഞാൻ പറയുവാണെങ്കിൽ ഒരു 1:30 കഴിഞ്ഞിട്ടുള്ളത്, ഒരു 1:30 കഴിഞ്ഞിട്ട് ഒരു 3 മണി വരെ അല്ലെങ്കിൽ ഒരു 3:15 വരെയുള്ള മൂവ്മെൻറ്റുകൾ
ഇതിൻ്റെ ഇടയിൽ സെക്കൻഡ് ഹാഫിൻ്റെ ഇടയിൽ ചിലപ്പം വളരെ വലിയ വൈഡായിട്ടുള്ള മൂവ്മെൻറ്റുകൾ വരും, വളരെ വൈഡായിട്ടുള്ള മൂവ്മെൻറ്റുകൾ വരും. ഇപ്പോൾ നമ്മൾ 3 മണിക്കൊരു ക്യാൻഡിൽ ഒരു ഫേവറേറ്റ് സ്ട്രാറ്റജിയാണ് അല്ലേ, ഒരു 3 PM ക്യാൻഡിൽ അല്ലെ 3 മണിക്കൊരു വലിയൊരു ക്യാൻഡിൽ ഉണ്ടാകുന്നൊരു ഇത് നമ്മൾ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഇടയ്ക്കിടയ്ക്ക് വളരെ വലിയ മൂവ്മെൻറ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫിൽ വളരെ വലിയ മൂവ്മെൻറ്റ്സ്, പ്രീമിയത്തൊക്കെ വളരെ വലിയ സ്പൈക്കുകൾ ഉണ്ടാകുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ 1 രൂപയുള്ള പ്രീമിയം ചിലപ്പോൾ അത് 30 രൂപയോ 75 രൂപയിലൊക്കെ മൂവ്മെൻറ്റ് ചെയ്യാറുണ്ട്, അതും വളരെ സഡനായിട്ട്. അപ്പോൾ അങ്ങനെ മൂവ്മെൻറ്റ് വരുന്ന സിറ്റുവേഷനിൽ ഒരു ഓപ്ഷൻ സെല്ലറിനെ സംബന്ധിച്ചിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഔട്ട് ഓഫ് ദ മണിയൊക്കെ വളരെ 10 ടൈംസ് അല്ലെങ്കിൽ 100 ടൈംസൊക്കെ മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻ സെല്ലറിനൊരു പിടിച്ച് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് മാർക്കറ്റിൻ്റെ സെക്കൻഡ് ഹാഫിലെ ഒരു മൂവ്മെൻറ്റ് വളരെയധികം ചേഞ്ചസ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്. സോ ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ചേഞ്ചസ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ മാർക്കറ്റ് വോളാറ്റിലിറ്റിയും ആൻഡ് ഓൾസോ ടെക്നിക്കൽ അനാലിസിസിൻ്റെ ആണെങ്കിലും ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. മുൻപ് വർക്ക് ചെയ്ത കാര്യങ്ങളൊന്നും ഇപ്പോഴും വർക്ക് ചെയ്യാറില്ല, അല്ലെങ്കിൽ മുൻപ് നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടെക്നിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഏതാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നോക്കുവാണെങ്കിൽ കൂടുതലും ആ ഒരു ലെവലിൽ ട്രാപ്പുകളാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സപ്പോർട്ട് ലെവലാണെങ്കിൽ നോർമലി സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇവിടെയൊക്കെ ട്രാപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് റീറ്റെയിൽ ടൈലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് കൂടുതലും മാർക്കറ്റ് ഈ കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ലാസ്റ്റ് 1 ഇയർ എന്ന് പറയാം കൂടുതലും ട്രാപ്പുകളാണ്. ആൻഡ് വളരെ വലിയ മൂവ്മെൻറ്റുകൾ വരും. നമ്മൾ വിചാരിക്കും അത് വർക്ക് ചെയ്യുന്നു വിചാരിക്കും, ബട്ട് ആ ഒരു രീതിയിലായിരിക്കില്ല. എസ്പെഷ്യലി പ്രീമിയത്തിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് സെൻറ്റിമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റുകൾ ഉണ്ടാവാറുണ്ട്. ആൻഡ് ഓൾസോ മുൻപ് നമ്മൾ റൗണ്ട് നമ്പേഴ്സൊക്കെ നമ്മൾ നോക്കുമായിരുന്നു, 46,500 അല്ലെങ്കിൽ 40,000 ലെവല് ഓക്കെ. അപ്പോൾ മുൻപ് കൂടുതലും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന നമ്പേഴ്സ് നോക്കുവാണെങ്കിൽ ഈ ലാസ്റ്റ് 500 ലെവൽ വരുന്ന ഏരിയ 500, അതായത് 46,500, 45,500 ഇങ്ങനെയുള്ള ലെവൽ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യുമായിരുന്നു. ആൻഡ് ഓൾസോ പ്യുവർ റൗണ്ട് നമ്പർ, അതായത് 40,000, 30,000 ആൻഡ് 20,000 അങ്ങനെയുള്ള ലെവൽസൊക്കെ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യുമായിരുന്നു. നല്ല രീതിയിൽ തന്നെ ആ ഒരു ലെവലിൽ പ്രൈസ് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുമായിരുന്നു. കാരണം ആ ഒരു ലെവലിൽ ഒരേ രീതിയിൽ ആൾക്കാർ ചിന്തിക്കുന്ന സമയത്ത് ആ ഒരു ലെവലിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. ബട്ട് ഈ ഒരു സമയം നോക്കുവാണെങ്കിൽ ഈ ലെവൽസ് മാത്രമല്ല, ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ നമ്പേഴ്സും ഇപ്പോൾ എക്സ്പെഷ്യലി 46,200, 46 എന്നല്ല 200 അല്ലെങ്കിൽ 800 ലെവൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാറുണ്ട്. നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണ് 200, ലാസ്റ്റ് 200ഉം 800ഉം വരുന്ന ലെവൽസ് വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പം മുൻപ് അത് വർക്ക് ചെയ്തായിരുന്നു, ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം മാർക്കറ്റിൽ ചെറിയ ചെറിയ ചേഞ്ചസുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, സോ ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ ഫോക്കസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് മാർക്കറ്റിൻ്റെ കറൻറ്റ് സെൻറ്റിമെൻറ്റ് അഡാപ്റ്റ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് മുൻപോട്ട് പോകാം എന്നുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ മാർക്കറ്റിൻ്റെ വോളാറ്റിലിറ്റി നമ്മൾ ഓർത്തിരിക്കാം, മാർക്കറ്റിൻ്റെ വോളാറ്റിലിറ്റി നമ്മൾ അറിഞ്ഞിരിക്കാം. സോ മാർക്കറ്റ് വോളാറ്റിലിറ്റി ഓക്കെ. സോ മാർക്കറ്റിൻ്റെ വോളാറ്റിലിറ്റി അറിയാൻ വേണ്ടി നമുക്ക് ഒന്ന് ഇന്ത്യ വിക്സ് ചാർട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇന്ത്യ വിക്സ് ഓക്കെ. ഇന്ത്യ വിക്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മാർക്കറ്റിൻ്റെ വോളാറ്റിലിറ്റി ഇൻഡെക്സ് ആണ്. അപ്പോൾ ഇന്ത്യ വിക്സ് കൂടുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും മാർക്കറ്റിൽ അത്യാവശ്യം വോളാറ്റൈലാണ് മാർക്കറ്റ്. ഇന്ത്യ വിക്സ് കുറയുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും മാർക്കറ്റിൽ വോളാറ്റിലിറ്റി വളരെ കുറവാണ് എന്ന രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അതുകൂടാതെ നമുക്ക് ATR ലെവൽ, ATR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവറേജ് ട്രൂ റേഞ്ച്, ഇത് നമുക്ക് മാർക്കറ്റിൽ കറൻറ്റ് എത്ര മൂവ്മെൻ്റ് ആണ് അല്ലെങ്കിൽ മാർക്കറ്റ് എത്ര വോളാറ്റിലിറ്റി ആണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് യൂസ് ചെയ്യും. ഈ ഒരു ഇൻഡിക്കേറ്ററിനെ പറ്റി ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിൽ തന്നെ ഒരുപാട് പേര് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ATR എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ATR ആവറേജ് ട്രൂ റേഞ്ച് എന്നാണ്. ഓക്കെ, അപ്പം അതൊന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റി ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടും. ഞാനിപ്പോൾ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങൾ നോക്കി നമുക്ക് മാർക്കറ്റിൻ്റെ കറൻറ്റ് വോളാറ്റിലിറ്റി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. മാർക്കറ്റിൻ്റെ കറൻറ്റ് വോളാറ്റിലിറ്റി, ഇന്നത്തെ മാർക്കറ്റിൽ എത്ര വോളാറ്റിലിറ്റി ഉണ്ട്, മാർക്കറ്റ് എങ്ങനെയാണ് മൂവ്മെൻറ്റ് ചെയ്യുന്നതിലെ കാര്യങ്ങൾ നമുക്കതിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. സോ രണ്ടാമത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് മാക്രോ ആൻഡ് മൈക്രോ
മാക്രോ ആൻഡ് മൈക്രോ അനാലിസിസ്. മാക്രോ ആൻഡ് മൈക്രോ അനാലിസിസ്. സോ ഇതിൽ നമ്മൾ പറയുന്നത് മാർക്കറ്റിൽ ഉണ്ടാകുന്ന വലിയ വലിയ ന്യൂസുകളും ചെറിയ ന്യൂസുകളും നമ്മൾ അഡാപ്റ്റ് ചെയ്തിരിക്കുക. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ലാസ്റ്റ് ടൈമിൽ ഒരു 2-3 ദിവസം മുൻപ് നമ്മൾ HDFC ബാങ്കിൻ്റെ Q3 റിസൾട്ട്, HDFC ബാങ്കിൻ്റെ ക്വാർട്ടർ റിസൾട്ട് നമ്മൾ വന്നിരുന്നു. ഒരു പോസിറ്റീവ് റിസൾട്ടായിട്ട് പോലും അത് വലിയ രീതിയിൽ മാർക്കറ്റിനെ ബാധിച്ചിട്ടുണ്ട്. ഏകദേശം 5% HDFC ബാങ്ക് ഓവർനൈറ്റിൽ തന്നെ താഴോട്ട് ഗ്യാപ്പ് ഡൗണിൽ തന്നെ ഓപ്പൺ ചെയ്തു. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് തരുന്ന സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു 3% അടുത്ത് ഡൗൺ ചെയ്ത് നമ്മൾ കണ്ടിരുന്നു. ഏകദേശം 1500 പോയിൻറ്റോളം ഒരു ഓപ്പണിങ്ങിൽ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തു. നിഫ്റ്റിയും അതുപോലെ തന്നെ. അപ്പോൾ ആ ഒരു ചെറിയ ചേഞ്ചസ് പോലും മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാക്രോ അനാലിസിസ് വലിയ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നത്, മാക്രോയിൽ നമ്മൾ നോക്കുന്നത് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് നമ്മൾ ഡെഫിനറ്റ്ലി നോക്കിയിരിക്കുക. ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, എസ്പെഷ്യലി യു എസ് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്തിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്കിപ്പോൾ നോർമൽ ബ്രോക്കേഴ്സിൻ്റെ ഇതിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. എങ്ങനെയാണ് US മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്, നെഗറ്റീവിലാണോ പോസിറ്റീവാണോ നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വെബ്സൈറ്റൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നമ്മൾ ഒരു പ്രീ മാർക്കറ്റ് അനാലിസിസ് എന്ന രീതിയിൽ നമുക്ക് ഈ കാര്യങ്ങൾ നമ്മൾ നോക്കിയെടുക്കാം. ഓക്കെ, സോ ഗ്ലോബൽ മാർക്കറ്റിലുണ്ടാകുന്ന സെൻറ്റിമെൻറ്റ്, ഓൾസോ ഗ്ലോബൽ മാർക്കറ്റിലുണ്ടാകുന്ന ന്യൂസുകൾ ഡെഫിനറ്റ്ലി നമ്മൾ വാച്ച് ചെയ്തിരിക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ന്യൂസുകളും കാര്യങ്ങളൊക്കെ, ഗ്ലോബൽ ന്യൂസുകൾ നമ്മൾ ഓർത്തിരിക്കുക. പിന്നെ വരുന്ന ഒരു കാര്യമാണ് ഇൻട്രസ്റ്റ് റേറ്റ്. മാർക്കറ്റിൽ ഗ്ലോബൽ മാർക്കറ്റ് US ഇൻട്രസ്റ്റ് റേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ന്യൂസുകളൊക്കെ നമുക്ക് കാണുന്നുണ്ട് അല്ലേ. ആ കാര്യങ്ങൾ പോലും വലിയ രീതിയിൽ തന്നെ മാർക്കറ്റിനെ ബാധിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളും നമ്മൾ ഓർത്തിരിക്കാം. അതായത് ഒരു മാർക്കറ്റിൽ വരുന്ന സമയങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലും ന്യൂസുകൾ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിരിക്കാം. റൈറ്റ്. ദെൻ മൈക്രോ അനാലിസിസിൽ നമ്മൾ നോക്കുന്നത്, മൈക്രോ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കാര്യങ്ങളാണ്. ലൈക്ക് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ HDFCയുടെ കാര്യങ്ങൾ, അതൊരു ക്വാർട്ടർ റിസൾട്ട്, അതായത് കമ്പനിയുടെ എന്തെങ്കിലും Q3 അല്ലെങ്കിൽ ക്വാർട്ടർ റിസൾട്ടുകൾ വരുന്ന സമയത്ത്, കമ്പനിയിൽ ഉണ്ടാകുന്ന ന്യൂസുകൾ പിന്നെ റിപ്പോർട്ട്, ഈ കാര്യങ്ങൾ പോലും ഇപ്പം വളരെ വലുതായിട്ട്, ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് വളരെ വലിയ ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാക്കാറുണ്ട്. മുൻപൊരു Q3 റിസൾട്ട് വരുന്ന സമയത്ത് വലിയ ചേഞ്ചസ് ഉണ്ടാകുന്നതിൽ പോലും ഇന്ന് അത് വളരെ വലിയ രീതിയിൽ മാർക്കറ്റിനെ ബിഹേവ് ചെയ്യാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഡെഫിനറ്റ്ലി ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം മാർക്കറ്റ് വരുന്ന സമയങ്ങളിൽ. ഓക്കെ, സോ ദെൻ നമ്മൾ മൂന്നാമത്തെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ്. അതായത് നമുക്ക് റീവിസിറ്റ് ദ ടെക്നിക്കൽ അനാലിസിസ്. നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് നമുക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. ട്രെൻഡ് ലൈന്, സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണ്, അല്ലെങ്കിൽ ബാക്കിയുള്ള പാറ്റേൺസ്, ഇൻഡിക്കേറ്റേഴ്സ് എന്താണോ നമുക്കറിയാവുന്ന ടെക്നിക്കൽ അനാലിസിസ്, അത് ഒന്നുകൂടി റീവിസിറ്റ് ചെയ്ത് നോക്കുക. മാർക്കറ്റിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും നോക്കിയിരിക്കുക. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുൻപുണ്ടായ ലെവൽസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് ട്രാപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒന്നുകൂടി റീവിസിറ്റ് ചെയ്യുക. നമ്മുടെ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കും, എപ്പോഴും മാർക്കറ്റിൽ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടുകൊണ്ട് തന്നെ എല്ലാ ദിവസവും പഠിക്കാം അല്ലെങ്കിൽ ലേൺ ചെയ്യാവുന്ന രീതിയിൽ പഴയ മുൻപുണ്ടായിരുന്ന ടെക്നിക്കൽ അനാലിസിസ് ഒന്നുകൂടി റീവിസിറ്റ് ചെയ്യുക. ആൻഡ് ഇന്നത്തെ ഈ ഒരു മാർക്കറ്റിലുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്തു എങ്ങനെയാണ് ഈ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്, എവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് മാർക്കറ്റിൻ്റെ ആ ഒരു സെൻറ്റിമെൻറ്റ് ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയെടുത്തിരിക്കാം. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് ഒന്നുകൂടി റീവിസിറ്റ് ചെയ്ത് നമ്മൾ നോക്കുക. ദെൻ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാലാമത്തെ, മോണിറ്ററിങ് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്. ഓക്കെ, സോ മോണിറ്ററിങ് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്. മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് എപ്പോഴും നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, അതിൽ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇന്ത്യ വിക്സ് നമ്മൾ നോക്കുക. ഓക്കെ, ഇന്ത്യ വിക്സിൻ്റെ മാറ്റങ്ങൾ, ഇന്ത്യ വിക്സിലുണ്ടായ കാര്യങ്ങൾ, ഇന്ത്യ വിക്സിൽ എങ്ങനെയാണ് വോളാറ്റിലിറ്റി കൂടുന്നുണ്ടോ അതോ വോളാറ്റിലിറ്റി കുറയുന്നുണ്ടോ, കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തിരിക്കുക. ആൻഡ് ദെൻ നമുക്കിപ്പം ഒരുപാട് ഡാറ്റാസ് അവയാണ് അല്ലെ, ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റാസ് യൂസ് ചെയ്തിട്ട് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് നമുക്ക് നോക്കിയിരിക്കുക. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റാസ് നമ്മൾ നോക്കി മാർക്കറ്റിൻ്റെ ചേഞ്ചസ് അല്ലെങ്കിൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന കറൻറ്റ് സെൻറ്റിമെൻറ്റ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ആൻഡ് നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ സെൻറ്റിമെൻറ്റ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്.
സോഷ്യൽ മീഡിയ. ഇപ്പം നമുക്കറിയാം എല്ലാ കാര്യങ്ങളും വളരെ ഫാസ്റ്റായിട്ട് കിട്ടുന്നത് സോഷ്യൽ മീഡിയയിലാണ്. ഓക്കെ, സോഷ്യൽ മീഡിയ ഒരു സെൻറ്റിമെൻ്റ് ഉണ്ട്, അതായത് ഒരു ക്രൗഡ് സൈക്കോളജി നമ്മൾ അറിഞ്ഞിരിക്കുക. അല്ലെ, എന്തെങ്കിലുമൊക്കെ ഒരു ഇവൻറ്റ് വരുന്ന സമയത്ത് പല ആൾക്കാരും പറയാറുണ്ട്, കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് എക്സ്പേർട്ടുകളൊക്കെ പറയാറുണ്ട് മാർക്കറ്റിൽ നിന്ന് താഴോട്ട് പോകും അല്ലെങ്കിൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്യും. അപ്പം നോർമലി ഒരു മാർക്കറ്റ് വരുന്ന സമയത്ത് എന്തെങ്കിലും അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ സെൻറ്റിമെൻ്റ് ഉണ്ടോ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക. ഡെഫിനറ്റ്ലി അതിൻ്റെ ഓപ്പോസിറ്റാണ് മാർക്കറ്റ് എപ്പോഴും മൂവ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ക്രൗഡ് സൈക്കോളജി അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ ദെൻ നമുക്ക് ഡാറ്റ. ഓക്കെ, സോറി, നമുക്ക് അഞ്ചാമത്തെ കാര്യത്തിലെടുക്കാം. അഞ്ചാമത്തെ കാര്യങ്ങളിൽ ഡാറ്റാസ്, അതായത് നമുക്ക് കിട്ടാവുന്ന എല്ലാ ഡാറ്റകളും നമ്മൾ കളക്ട് ചെയ്യുക. ഓപ്പൺ ഇൻട്രസ്റ്റ് OA ഡാറ്റയാണോ, അല്ലെങ്കിൽ PCR പുട്ട് കോൾ റേഷ്യോ ഡാറ്റാസ് ആണോ, അല്ലെങ്കിൽ ആൽഗോ ബേസ്ഡ് ഏറ്റവും പുതിയ ടെക്നോളജി യൂസ് ചെയ്തിട്ട് സ്ക്രീനർ യൂസ് ചെയ്യാം. ഓക്കെ, സ്ക്രീനർ യൂസ് ചെയ്യാം. അങ്ങനെ മാർക്കറ്റിൽ നമ്മൾ മുൻപ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളെക്കാളും കുറച്ചുകൂടി അഡാപ്റ്റ് ചെയ്യുക, കുറച്ചുകൂടി വലിയ ടെക്നോളജികൾ യൂസ് ചെയ്ത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. ഈ ഒരു വീഡിയോയിൽ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ ആ ഒരു ചേഞ്ചസ് ആണ്. മാർക്കറ്റ് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും, മാർക്കറ്റിൻ്റെ ഡൈനാമിക്സ് മാറിക്കൊണ്ടേയിരിക്കും. അതാണ് എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം. എസ്പെഷ്യലി ആ ഒരു ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ കറണ്ട് മാർക്കറ്റ് നോക്കുവാണെങ്കിൽ എക്സ്പയറി ഡേ ആണ് ഫുള്ളായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ വോളാറ്റിലിറ്റിയും മൈക്രോ അനാലിസിസ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് മാർക്കറ്റ്. ചെറിയ കാര്യങ്ങൾ പോലും വലിയ രീതിയിൽ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. നമ്മൾ വിചാരിക്കും ഇത് അഫക്റ്റ് ചെയ്യില്ല, ബട്ട് അത് വളരെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യാറുണ്ട്. ആൻഡ് ഇനി ഫ്യൂച്ചറിൽ നോക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇനിയും ചേഞ്ചസുകൾ വരാം. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ ഒരു ചേഞ്ചസ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ 200 അല്ലെങ്കിൽ 800 ലെവൽസ് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. 46,200 അല്ലെങ്കിൽ 36,800, 200, 800 ലെവൽ വരുന്നതൊക്കെ വളരെ അധികം റെസ്പെക്റ്റ് ചെയ്തതായിട്ട് മാർക്കറ്റിൽ കാണാൻ പറ്റുന്നുണ്ട്. റൈറ്റ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. ആൻഡ് ഓൾസോ പ്രീമിയം ചാർട്ട് നോക്കി ഇപ്പോൾ ഒരുപാട് മൂവ്മെൻറ്റുകൾ വരാറുണ്ട്. പ്രീമിയം ചാർട്ട് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുക, എവിടെയാണ് കൂടുതലും പൊസിഷൻ എടുക്കുന്ന കാര്യങ്ങൾ. അതിലും ഇനി വരുന്ന ഇയേഴ്സിൽ അതിലും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മൾ കണ്ടിന്യൂസ്ലി ലേൺ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇതിൻ്റെ ഒരു സമ്മറി പറയുവാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ്ലി ലേൺ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ചെയ്ത ഒരു മിസ്റ്റേക്ക് കൂടിയാണ്. ഞാനൊരു തവണ പ്രോഫിറ്റിലോട്ട് വന്ന സമയത്ത് ഞാൻ കുറച്ചൊന്ന് ബാക്കോട്ട് പോയി. അതായത് എനിക്ക് ഓൾറെഡി പ്രോഫിറ്റിലാണല്ലോ, ഇത് ഇനിയും വർക്ക് ചെയ്യും അല്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ലേൺ ചെയ്യാൻ ഒരു ഫുൾ ടൈം ട്രേഡ് ആയതിനു ശേഷം ലേൺ ചെയ്യാൻ ഒരു മടി കാണിച്ചിരുന്നു. ബട്ട് സ്റ്റിൽ എനിക്കത് മനസ്സിലായി അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ്. എല്ലാ ദിവസവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക, ഓരോ ട്രേഡിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈ ഒരു വീഡിയോയുടെ ഒരു സമ്മറി ഇത്രയേ ഉള്ളൂ. കണ്ടിന്യൂസ്ലി ലേണിംഗ്, നിങ്ങൾ ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുക, ഓവർ കോൺഫിഡൻ്റ് ആവാതിരിക്കുക, മാർക്കറ്റിനെ റെസ്പെക്റ്റ് ചെയ്ത് മാർക്കറ്റിൻ്റെ ഉണ്ടാകുന്ന ചേഞ്ചസുകൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക, പുതിയ ടെക്നോളജികൾ അഡാപ്റ്റ് ചെയ്യുക. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് ആരാണോ അവർ വിൻ ചെയ്യും. ഡെഫിനറ്റ്ലി ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതൊരു 0 to some ഗെയിമാണ്. അപ്പോൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് വിൻ ചെയ്യും. നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള ഒരാൾ, ചിലപ്പോൾ ഞാനായിരിക്കും നിങ്ങളുടെ ഓപ്പോസിറ്റ്. ഞാൻ കണ്ടിന്യൂസ്ലി ലേൺ ചെയ്യും, കണ്ടിന്യൂസ്ലി ടെക്നോളജി അഡാപ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ താഴോട്ടാണ് പോകുന്നത്, അപ്പം ഞാനായിരിക്കും വിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് അനുവദിക്കാതിരിക്കുക. നിങ്ങൾ കണ്ടിന്യൂസ്ലി ലേൺ ചെയ്ത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. സോ ബൈ, താങ്ക് യു.